പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ ബാഡ് ബ്ലഡ് എന്ന് പറയുന്ന WWE ലേറ്റസ്റ്റ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ദി റോക്ക് എന്ന ഫൈനൽ ബോസ് ജിമ്മി ഊസോ എന്ന താരങ്ങളുടെ തിരിച്ചുവരവ് കാണാൻ സാധിച്ച മെയിൻ ഇവൻറ്റിലെ ടാഗ് ടീം മത്സരത്തെ സംബന്ധിച്ചുള്ള ഷോർട്ട് റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റിൽ നടന്ന ടാഗ് ടീം മത്സരത്തിൽ ബ്ലഡ് ലൈനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ലീഡറായ സോളോ സിക്കോവയുടെ റൈറ്റ് ഹാൻഡായ ജേക്കബ് ഫാറ്റും കൂടിയിട്ടാണ് മത്സരിക്കാൻ വന്നത്. അവരുടെ എതിരാളിയായിട്ട് വന്നത് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ കോഡി റോഡ്സും റോമൻ റെയിൻസുമായിരുന്നു. കോഡി റോഡ്സിനും റോമൻ റെയിൻസിനും സ്പെഷ്യൽ എൻട്രൻസുകൾ കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് എൻട്രൻസിൻ്റെ സമയത്ത് കാണാൻ സാധിച്ചത്. അപ്പോൾ അവരൊക്കെ റിങ്ങിലേക്ക് വരുന്നു. റിങ്ങിലേക്ക് ആ ഒരു മത്സരം ആരംഭിക്കുന്നത് തന്നെ വളരെ സ്ലോ ആയിട്ടാണ്. സ്ലോ എന്ന് പറയുമ്പോൾ റോമൻ റെയിൻസ് ആണോ കോഡി റോഡ്സ് ആണോ ആദ്യം ആ ഒരു റിങ്ങിലേക്ക് മത്സരത്തിൽ ഇറങ്ങുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പിന്നീട് ജേക്കബ് ഫാറ്റും കോഡിയും കൂടി ആ ഒരു മത്സരം ആരംഭിക്കുന്നു. പതിയെ റോമനിലേക്ക് ടാഗ് പോകുന്നു. അങ്ങനെ ഒരു സ്ലോ പേസിലാണ് മത്സരം പോകുന്നത്. മത്സരം ഏകദേശം ഒരു അവസാനം എത്തുമ്പോഴാണ് ഒരു സ്പീഡ് കൈവരിക്കുന്നത്. മത്സരത്തിൽ കോഡി റോഡ്സിനെ ഇവർ ഇങ്ങനെ കോർണറിലേക്ക് കൊണ്ടുപോയി ആക്രമിക്കുന്നുണ്ട്. എന്നിട്ട് റോമന് ടാഗ് കൊടുക്കുന്നുണ്ട്. പിന്നീട് റോമനെ കോർണറിലേക്ക് കൊണ്ടുപോയി ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് കോഡിക്ക് ടാഗ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹോട്ട് ടാഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടും മത്സരം അതിൻ്റെ ത്രില്ലിംഗ് ലെവലിലേക്ക് എത്തുന്നുണ്ട്. അവസാനം ജേക്കബ് ഫാറ്റുവിനെതിരെ കോഡി റോഡ്സ് കുറേയധികം മൂവ്സ് ചെയ്യുന്നുണ്ട്. ക്രോസ് റോഡ്സ് ചെയ്യുന്നുണ്ട്. സൂപ്പർ കിക്ക് ചെയ്യുന്നുണ്ട്. അവിടെയും കൊണ്ടൊന്നും ജേക്കബ് ഫാറ്റു തളരുന്നില്ല. ആ ജേക്കബ് ഫാറ്റുവിനെ കമൻറ്റേഴ്സ് ടേബിളിലേക്ക് കിടത്തി ടോപ്പ് റോപ്പിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് ഒരു സ്പ്ലാഷ് കോഡി റോഡ്സ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ജേക്കബ് ഫാറ്റു വീണ് കിടക്കുന്നത്. എന്നാൽ ടൊങ്കയും ടൊങ്കാലോവയുടെയും ഒരു ഇന്റർഫിയറൻസ് ഉണ്ടാകുന്നു. അവിടേക്ക് ശ്രദ്ധ തിരിച്ച റോമൻ റെയിൻസിന് നേർക്ക് സോളോ സിക്കോവ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ജിമ്മി ഊസോയുടെ തിരിച്ചുവരവ് കാണാൻ സാധിച്ചത്. ജിമ്മി ഊസോ ടൊങ്കാലോവയെയും ടൊങ്കയെയും ആക്രമിക്കുന്നു. സൂപ്പർ കിക്ക് ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ സോളോ സിക്കോവയെ സ്പിയർ ചെയ്തുകൊണ്ട് റോമൻ റെയിൻസ് ആ ഒരു ടാഗ് ടീം മത്സരത്തിൽ വിജയിക്കുന്നുണ്ട്. അതിനുശേഷം കോഡി റോഡ്സ്, റോമൻ റെയിൻസ്, ജിമ്മി യൂസോ തുടങ്ങിയവർ റിങ്ങിലേക്ക് നിൽക്കുന്നു. റോമൻ റെയിൻസും ജിമ്മി യൂസോയും ഹഗ് ചെയ്ത് ആ ഒരു ഒറിജിനൽ ബ്ലഡിൻ്റെ ഒരു റീയൂണിയൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. പെട്ടെന്ന് അവർ റിങ്ങ് വിട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ കോഡി റോഡ്സിനെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നടങ്കം ആക്രമിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ജിമ്മി യൂസോയും റോമൻ റെയിൻസും ചേർന്ന് പോയി കോഡി റോഡ്സിനെ അവരെ നിന്ന് രക്ഷിക്കുന്നു. അങ്ങനെ കോഡി റോഡ്സിൻ്റെ കയ്യിലേക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് റോമൻ റെയിൻസ് കൊടുക്കുന്ന സമയത്താണ് റോക്കിൻ്റെ മ്യൂസിക് പ്ലേ ആകുന്നത്. റോക്ക് റിങ്ങിലേക്കൊന്നും വന്നില്ല. ആ ഒരു എൻട്രൻസ് സ്റ്റേജിൽ തന്നെയാണ് നിന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ഒന്നും പറയുന്നതായി നമുക്ക് കാണാൻ സാധിച്ചില്ല. അദ്ദേഹം കൈ കൊണ്ട് 1, 2, 3 എന്ന് കാണിച്ച് പിന്നീട് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതാണ് കാണാൻ സാധിച്ചത്. റോക്കിൻ്റെ കൈവശം നമുക്ക് ആ ഒരു പീപ്പിൾസ് ചാമ്പ്യൻഷിപ്പ് കാണാൻ സാധിച്ചു. റോക്ക് റോമൻ റെയിൻസിനെതിരെയാണോ കോഡി റോഡ്സിനെതിരെയാണോ ആ ഒരു വെല്ലുവിളി നടത്തുന്നത്, ആ ഒരു നോട്ടം ആർക്കെതിരെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അവർ കാണിച്ചിട്ടില്ല. രണ്ടുപേരും ഒരേ സമയം റിങ്ങിൽ നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് റോക്ക് ആ ഒരു എൻട്രൻസ് സ്റ്റേജിൽ നിന്ന് പിന്നീട് ബാക്ക് സ്റ്റേജിലേക്കൊക്കെ പോകുന്നത്. എന്തായാലും ഒരു കിടിലനായിട്ടുള്ള ഒരു മാച്ചും കിടിലനായിട്ടുള്ള ഒരു എൻഡിങ്ങും ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചു. മറ്റ് മത്സരങ്ങളുടെ ഷോർട്ട് റിവ്യൂ ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. റോക്കിൻ്റെയും ജിമ്മി യൂസോയുടെയും തിരിച്ചുവരവിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.